നിങ്ങളെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണല്ലോ. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതുവരെ ചിറയൻകീഴ് താലൂക്കിൽ ഒരു 10-15 വർഷം കൊണ്ട് ജയിക്കാത്ത ഒരു ജയം രമ്യ ഹരിദാസ് വിജയിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ 15 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുത്തകയായിരുന്ന സീറ്റ് രമ്യ ഹരിദാസിയുടെ ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അതിൻ്റെ ഉച്ചത്തെ സ്ഥാനിയിലാണ്. കോൺഗ്രസ് പ്രവർത്തകർ അതിൻ്റെ ആവേശത്തിലാണ്. ഒരുപക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ രമ്യ ഹരിദാസ് ഒരു വനിതാ മന്ത്രിയായിരിക്കും. അതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നിങ്ങളുടെ ഭാവി മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളേക്കാൾ മുന്നിലാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 100 സീറ്റ് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് 111 ഏകദേശം അതിനടുത്തെത്തി നിൽക്കുകയാണ് നമ്മൾ. വി.ഡി. സതീശൻ തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി? വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തല ആരായാലും കോൺഗ്രസ് പ്രവർത്തകർ സന്തോഷത്തിലാണ്. ഓക്കെ താങ്ക് യു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പഴയ മെമ്പർ എന്നുള്ള നിലയിൽ? UDF ഗവൺമെൻറ് 10 വർഷമായിട്ട് പിണറായി വിജയനെതിരെയാണ്. പിണറായി വിജയൻ്റെ നെറികെട്ട ഭരണത്തിനെതിരെ ഉള്ള ഒരു ജനവിധിയാണ് ഈ പിണറായി വിജയൻ തന്നെ ജയിക്കുക. നമ്മുടെ സ്വപ്നത്തിൽ നമുക്കൊരു പ്രതിപക്ഷ നേതാവിനെ വേണം. അത് പിണറായി വിജയൻ തന്നെ ആവണം. ഓക്കെ താങ്ക് യു.